ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഒപ്പം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടറീസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ക്ലയൻസിൻ്റെ അടുത്തുനിന്ന് പാതിരാത്രി അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സിൽ കോൾസോ മെസ്സേജസോ ഒക്കെ വരിക, അല്ലെങ്കിൽ ക്ലയൻസ് നിങ്ങളെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ക്ലയൻസ് അവരുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ കുറച്ച് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുക. അതായത് എൻ്റെ ഹസ്ബൻഡിനോട് പറ, മാം ഇങ്ങനെ പറ, അങ്ങനെ ചെയ്യാൻ പറ എന്നൊക്കെ പറയാം. ഈ സിറ്റുവേഷൻസ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നില്ലേ? ആസ് എ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകാൻ ചാൻസ് ഉള്ളൊരു സിറ്റുവേഷനാണ് ഇതെന്ന് തോന്നുന്നില്ലേ? സോ ഈ സിറ്റുവേഷൻസിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്ന്, അതായത് ക്ലയൻസിനെ ഒഫൻഡ് ചെയ്യാതെ നമ്മുടെ സെൽഫ് കെയറിനെയും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അപ്രോപ്രിയറ്റ്ലി ഡീൽ ചെയ്യണം എന്നുള്ളതിന് നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ക്ലിയർ പ്രൊഫഷണൽ ബൗണ്ടറീസ്. ആസ് എ തെറപ്പിസ്റ്റ് ഇനിഷ്യൽ സെഷനിൽ തന്നെ ക്ലയൻസിന് കൃത്യമായിട്ട് നമ്മൾ തമ്മിലുള്ളത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ഈ തരത്തിലുള്ള ബൗണ്ടറീസ് ആണെന്നും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെയും അവരുടെയും സേഫ്റ്റിക്കും തെറപ്പി ഒരു സേഫ് ആൻഡ് പ്രെഡിക്റ്റബിൾ സ്പേസ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊക്കെ രീതിയിൽ, അതായത് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്? ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കുറച്ച് ബൗണ്ടറീസ് ആണ് ടൈം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ റോൾ. ചില സിറ്റുവേഷൻസിൽ നമുക്ക് തോന്നും നമ്മളിങ്ങനെ ഭയങ്കര റിജിഡ് ആയിട്ടൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്താൽ ക്ലയൻസിന് അത് കുറച്ച് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ? ആഫ്റ്റർ ഓൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കാനാണല്ലോ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഈ ബൗണ്ടറീസ് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ബൗണ്ടറീസ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു സെഷന് ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ ഒക്കെ ഫിക്സ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 1 hour ആവാം, ചിലപ്പോൾ 15 minutes ആവാം. ഇപ്പോൾ മേ ബി കപ്പിൾ സെഷൻസ് ഒക്കെ ആണെങ്കിൽ 1.5 hours ഒക്കെ ആവാം. അപ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിൽ തോന്നും, അതായത് ക്ലയൻറ്റ് ഒരു ഫ്ലോയിൽ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക, അത് അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്നുള്ള ഒരു ഇൻഹിബിഷൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവരിപ്പോൾ നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് അത്രയും ഡീപ്പായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമോഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, ടൈം കഴിഞ്ഞു, 1 മണിക്കൂറായി, നമുക്കിനി അടുത്ത സെഷനിൽ കാണാം എന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ഒരു ഹെഡ്സപ്പ് കൊടുത്തിട്ട് നമുക്കിനി 10 minutes കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 15 minutes കൂടെ ഉള്ളൂ, എനിക്കൊന്ന് സമ്മറൈസ് ചെയ്യാനും കൺക്ലൂഡ് ചെയ്യാനും കുറച്ച് ടൈം വേണം എന്നുള്ള ഹെഡ്സപ്പ് നമുക്ക് കൊടുക്കാം. പക്ഷേ മാക്സിമം ആ ഒരു സെഷൻ 1 hour തന്നെ എൻഡ് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്തൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറീസ്. ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ സെഷൻ്റെ ഇൻ ബിറ്റ്വീൻ, ഒരു സെഷൻ കഴിഞ്ഞു, സെഷൻ എൻഡ് ചെയ്തിട്ട് പോയതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് ക്ലയൻസിന് ഒരു തോട്ട് വരിക, മേ ബി ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു തോട്ടോ അല്ലെങ്കിൽ അവരെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ ഒക്കെ നടന്നു. അപ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും ഇതിനി അടുത്ത സെഷൻ വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട, എൻ്റെ കയ്യിൽ തെറപ്പിസ്റ്റിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ അവർക്കൊന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അവരെ ഒന്ന് കോൾ ചെയ്ത് പറഞ്ഞേക്കാം എന്ന് തോന്നിയിട്ട് ആ കാര്യത്തിന് വേണ്ടി ക്ലയൻസ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ എൻ്റർടൈൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് നമുക്കും അവർക്കും നല്ലത്. കാരണം നമ്മളിത് എൻ്റർടൈൻ ചെയ്താൽ ചിലപ്പോൾ അവരിൽ നമ്മളോടൊരു ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓൾസോ അവരയക്കുന്ന മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാനിരുന്നാൽ നമ്മുടെ പേഴ്സണൽ ടൈമാണ് അവിടെ പോകുന്നത്. സോ അത് കാരണം നമുക്ക് എഗെയിൻ കമ്പാഷൻ ഫാറ്റീഗ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറീസും നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. അടുത്തൊരു കാര്യമാണ് ബൗണ്ടറി ഓഫ് പ്രൊഫഷണൽ റോൾസ്. ഞാനും എൻ്റെ ക്ലയൻറ്റും തമ്മിലുള്ളത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമാണെന്നും നിങ്ങൾക്ക് എപ്പോഴേലും കോഫി എടുക്കാൻ തോന്നിയാലോ അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാൻ തോന്നിയാലോ വിളിക്കാൻ പറ്റുന്ന ഒരാളല്ല നിങ്ങളുടെ തെറപ്പിസ്റ്റ് എന്നും ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ്. ചിലപ്പോൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നത് അത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ടോ നമ്മുടെ ഇടയിൽ ആ ഒരു കണക്ഷൻ ഫോം ആയിട്ടുള്ളത് കൊണ്ടോ അവർ നമ്മളെ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിനൊരു ഇട വരുത്താണ്ടിരിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു തെറപ്പിസ്റ്റിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ 3 സിമ്പിൾ റീസൺസ് കൊണ്ടാണ് ബൗണ്ടറീസ് ഇൻ എ തെറപ്യൂട്ടിക് സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൗണ്ടറീസ് നമ്മുടെ ക്ലയൻസിന് വേണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാണ് ഈ ഒരു 1 hour ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആവുകയാണെന്ന് ആ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്താൽ ക്ലയൻസിന് മനസ്സിലാവും, ഓക്കെ എൻ്റെ ടൈം ഇവിടെ റെസ്പെക്റ്റഡ് ആണ്, ഈ ഒരു 1 hour തെറപ്പിസ്റ്റ് എനിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ പ്രസൻറ്റ് ആവുന്നത് എന്നുള്ളൊരു കാര്യം ക്ലയൻറ്റിന് ഫീൽ ചെയ്യാനും ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, എത്രത്തോളം ടൈമാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നത് വഴി അവർക്കിതൊരു പ്രെഡിക്റ്റബിൾ ആൻഡ് സേഫ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. അടുത്തൊരു കാര്യമാണ് തെറപ്പിസ്റ്റിന് ഉണ്ടാവുന്ന കമ്പാഷൻ ഫറ്റീഗ് ഒഴിവാക്കാൻ ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റാണ്.
അതായത് നമ്മൾ ടൈം ബൗണ്ടറി വയ്ക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറി വയ്ക്കുന്നില്ല, ഏത് ടൈമിലും എന്നെ കോൺടാക്ട് ചെയ്തോളൂ, എപ്പോൾ സംസാരിക്കാനും ഞാൻ അവൈലബിൾ ആണ് എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ തെറപ്പിസ്റ്റ് തീർച്ചയായിട്ടും എക്സോസ്റ്റഡ് ആവാനും അവർക്ക് കമ്പാഷൻ ഫറ്റീഗും ബേൺ ഔട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളൊരു തെറപ്പിസ്റ്റ് നിങ്ങളുടെ കൂടെ 5 മണിക്കൂർ ഇരുന്നാലും അത് ആ ക്ലയൻറ്റിന് എഫക്റ്റീവ് ആവാൻ പോകുന്നില്ല. പക്ഷേ സെൽഫ് കെയറിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റ് ആണെങ്കിൽ ആ 1 അവറും ക്ലയൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കാര്യമാണ് പ്രൊഫഷണൽ എത്തിക്സ്. ഏതൊരു പ്രൊഫഷനിലും ഉണ്ടാവുന്നത് പോലെ ഒരു തെറപ്പിസ്റ്റിൻ്റെ പ്രൊഫഷനിലും തീർച്ചയായിട്ടും പാലിക്കപ്പെടേണ്ട ഒരു ബേസിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് എത്തിക്സ് ആണ് ബൗണ്ടറീസ്. തെറപ്യൂട്ടിക് സെറ്റിങ്ങിലെ ബൗണ്ടറീസിനെ പറ്റി പലപ്പോഴും തെറപ്പിസ്റ്റിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് മിത്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ ക്ലയൻസിന് ആ ഒരു സെറ്റിംഗ് ഭയങ്കര കോൾഡായിട്ടും ഡിസ്റ്റൻ്റ് ആയിട്ടും ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ അതങ്ങനെയല്ല. എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോടും ക്ലയൻറ്റിന് എന്നോടും ഒരു ബൗണ്ടറി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രൊഫഷണലിസം കൂടാനും അതുവഴി തെറപ്യൂട്ടിക് സെറ്റിംഗ് നിന്ന് ക്ലയൻറ്റിന് ഉപകാരങ്ങൾ കൂടാനുമേ ചാൻസ് ഉള്ളൂ. നമ്മളെപ്പോഴും പറയാറില്ലേ, നല്ല അയൽക്കാരുണ്ടാവണമെങ്കിൽ അവിടെ നല്ല മതിലുകൾ ഉണ്ടാവണമെന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തൊരു കാര്യമാണ് ക്രൈസിസിലുള്ള ക്ലയൻറ്റിന് വേണ്ടി ഞാൻ എൻ്റെ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. ഒരു തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളുള്ള ക്ലയൻസും നമ്മുടെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ ലേറ്റ് നൈറ്റ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ പറ്റുന്നില്ല എന്നൊക്കെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കണ്ടേ, ഞാൻ ഇപ്പോഴാണോ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നമ്മൾ അവൈലബിൾ ആയിട്ട് നിന്നാൽ പലപ്പോഴും തെറപ്പി കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ക്ലയൻസിന് നമ്മളോട് ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യാനും അതുവഴി അവർക്ക് സ്വന്തമായിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഒരു എമർജൻസി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, സെഷനിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിയൽ ലൈഫ് സെറ്റിങ്ങിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് ബൗണ്ടറി വയലേഷൻസും അതിനെ എങ്ങനെ ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യണം എന്നുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് പറയുകയാണ് നമുക്ക് പേഴ്സണൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒന്ന് കണക്റ്റ് ആയാലോ എന്ന് ക്ലയൻറ്റ്സ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇതിന് നോ പറഞ്ഞാൽ അവർ ഒഫൻഡഡ് ആയാലോ എന്ന് തോന്നിയിട്ട് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ യെസ് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിലേക്ക് അവർക്ക് ആക്സസ് കൊടുക്കുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ സെറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെന്നുള്ളൊരു കാര്യം അവർ മറക്കാനും നമ്മൾ തമ്മിലുള്ളത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും കൂടെ ആണ് എന്നവർക്ക് ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉള്ളൊരു സിറ്റുവേഷൻ ആണ് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ട് നമ്മളോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ക്ലയൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഗിഫ്റ്റ്സ് ഒക്കെ ഓഫർ ചെയ്യും. അപ്പോൾ നമുക്ക് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉള്ളൊരു ഓപ്ഷൻ. നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് നിന്ന് ആ ഒരു സെഷൻ ഫീയുടെ പുറമെ മറ്റൊരു കാര്യങ്ങളും റിസീവ് ചെയ്യാൻ പാടുള്ളതല്ല. മറ്റൊരു കാര്യമാണ് ക്ലയൻറ്റ്സ് ചില സിറ്റുവേഷനിൽ ഓഫ് ദ റെക്കോർഡായിട്ട് ചിലത് പറയാനുണ്ട് എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും. പക്ഷേ നമ്മുടെ കേസായിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ കണ്ടീഷനായിട്ട് റിലേറ്റബിൾ അല്ലാത്ത, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ മിക്ക സിറ്റുവേഷൻസിലും അത് എൻ്റർടൈൻ ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇൻ ഷോർട്ട്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറപ്പിയുടെ എഫക്റ്റീവ്നെസ്സിനെ ഒരുപാട് രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ടൂളാണ് ബൗണ്ടറീസ്. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.